ഇങ്ങോട്ട് അതോട്ട് അതോട്ട്. ഓ കിടത്തല്ലേ കിടത്തല്ലേ. ഇങ്ങോട്ട് പിടിച്ചോ. ആ മൂത്തി അത് ഓർമ്മ വിടണേ. ഒരാളെ നീ പുറമ ആ പിടി അടച്ചോ. വാ ശകലം കൂടെ വേണ്ട വണ്ടി ഓടിക്കാനുള്ള. ഇതാ വായിലോട്ട് വെച്ചോട്. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ. ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താന്ന് വലിക്കേ. ഉറങ്ങല്ലേ. വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല ഉറങ്ങരുത്. എത്തും വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു. വടകരയുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ പഴവേ. കൈയും കാലും നിവർത്തി. ഞങ്ങളുടെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നിവർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ ചങ്ങാതി. സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാളൂ. ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചു കൊടുക്കുന്നത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് പോട്ടെ. എന്നാലും എന്റെ കനകം ഊട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു. ഞാനെന്തിനാ നിങ്ങളോട് ചോദിക്കുന്നേ? ആ ആട്ടക്കാരിക്ക് വീട് കൊടുത്തതും 4 കുരങ്ങന്മാരെ വെച്ച് സോഡാക്കവർ തുടങ്ങിയതും എന്നോട് ചോദിച്ചിട്ടാണോ? എനിക്കറിയാം എന്നോടുള്ള വാശിക്ക നീ ആമ്പിള്ളേർക്ക് വീട് കൊടുത്തത്. ഏയ് എനിക്കൊരു രഹസ്യം എന്തോടെന്ന് കൂട്ടിക്കോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല മനുഷ്യ. പറയാനല്ലാതെ ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. ആ എന്നാ ഞാൻ പറയുന്നത് കേട്ടിരുന്നാ മതി. അടുത്ത ആഴ്ച അവർ താമസിക്കാൻ വരും. നമസ്കാരം. ഹലോ. എന്റെ അമ്മേ, ഇത് ഏതാണ് ഈ ലഗേജ്? നീ എന്താടാ ഈ കാട്ടിയത്? ഹലോ വാടാ. ഹലോ ഹലോ ഞാൻ കുറുവച്ചൻ. ഇതെന്റെ അനിയൻ മാത്തച്ഛൻ. ഇതാണോ വീട്? താക്കോലോടെ ഒന്ന് മാറി നിൽക്കണോ? കറവുണ്ടോ? എനിക്കോ? എനിക്ക് 10-15 ലിറ്റർ പാല് വേണം. പാലോ? കുളിക്കാനായിരിക്കും. അല്ല കുടിക്കാനാ. ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തന്നെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ സാധനങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചു വെച്ചോ. അതെന്തിനാ? എടാ ഇവനെ കണ്ടിട്ട് നാളെ മുതൽ നമ്മുടെ ഗ്രാമം പട്ടിണിലാന്ന് തോന്നണേ. എന്റെ അമ്മേ, ഒരു സാമ്പിൾ പോലും കിട്ടില്ലേ? എന്തിനാ കാണുന്നു? ചേച്ചി ഞങ്ങൾക്ക് ചെയ്തെന്ന ഉപകാരത്തിന് പകരം തരാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ? അതൊരു മന്ത്രവാദാ. മന്ത്രവാദോ? ഈ ഏലസ് കെട്ടിയ സർവ്വവിധ ഐശ്വര്യം ഉണ്ടാവും. ശത്രു സംഹാരമാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം. ഈ ഏലസ് കെട്ടിയ ചേച്ചിയുടെ ശല്യങ്ങളൊക്കെ തീരും. ഈ പെണ്ണും പിള്ളേരും ഒക്കെ ശല്യം. പിന്നെ ഒരു ശല്യം ഉണ്ടാവത്തില്ലെന്നേ. ഞാൻ പറയുന്ന കേക്ക്. കുളിച്ച് ശുദ്ധിയോടെ വേണം ഇത് കെട്ടാൻ. ഞാനൊന്ന് കുളിച്ചിട്ട് ശുദ്ധിയോടെ വരാം. നീ ഇവിടെ വെച്ചിട്ട് വെക്കോ. ആ സിനിമാ തിയേറ്ററുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ ഒരു രക്ഷയുള്ളൂ. ഇതോടെ എന്റെ സമയം ഒന്ന് കലങ്ങി തെളിയും.
കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താറായോടാ. നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ. എഴുന്നേക്കടാ. ഈ രക്ഷ എനിക്ക് രക്ഷയല്ല. ഇതഴിച്ച് പുറത്തേക്ക് പോട്ട് കൊണ്ടുപോ. ഞാനും ഡാഡി പിറ്റങ്ങും കൂടിയേ ഇന്ന് എന്തൊക്കെ പരിപാടി ഇട്ടെന്ന് അറിയാമോ? മ്യൂസിയം, സൂ, ബീച്ച്, ഇവിടെ ആന്റീനെ കൂട്ടി പോവാമോ? ഞാൻ പറഞ്ഞിട്ട് ആന്റി ഡാഡി സമ്മതിച്ചത്. അതെ. പിന്നെ മോനെ എന്താ ആന്റി? മോന്റെ മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചു പോയില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. ഇല്ലേ? പിന്നെ ഇവിടെ മോൻ എന്റെ മുഖത്തേക്ക് നോക്കിയേ. മോന്റെ മമ്മിയാണ് ഞാൻ. വിളിക്ക് മോനെ, മമ്മീന്ന് വിളിക്ക്. മോന്റെ മമ്മീന്ന് വിളിക്ക്. നീ ഭാഗ്യവാനാടാ. എന്തു പറ്റി? പണ്ടാരടക്കം എന്റെ സ്റ്റെല്ലക്കുട്ടിയുടെ തള്ളൊന്നും ചാവൊന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലി കൊല്ലാൻ പറ്റുമോ? അതുമില്ലേ. ഡാഡി, എനിക്കെന്റെ മമ്മിയെ കിട്ടിയല്ലോ. എവിടെ? ദേ. സംഗതി അയച്ചടാ. ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ? സൂ, ബീച്ച്, സിനിമ. പീറ്ററേ, മോൻ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞോട്ട് പോയി കളയാം. എടാ വീര, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ട്, ഡേ മതിയല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. ഒന്ന് പറഞ്ഞേ. മോനെ, ബിജുമോനെ, അങ്കിളിന്റെ മോനെ, പൊന്നുമോനെ, എവിടെ നോക്കും മോനെ? ജാതിക്ക് ഭയങ്കര തലവേദന. ആണോ ഡാഡി? അതേ മോനെ. അങ്കിളും മോനും കൂടി സൂ, സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നെ മമ്മിയും കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? ജാതിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്ക. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണം. അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. പിന്നെ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇതവിടെ വെച്ചോ. അപ്പൊ നമുക്ക് പോകാൻ മോനെ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും ഒരു കാര്യം ചെയ്യാം, 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. മാപ്പുകൾ 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 സർവ്വവിജ്ഞാന കോശം. ആവശ്യക്കാർ കടന്നു വരിക. അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂക്കിന്റെ നീളമെത്ര? കേരളത്തിലെ റോഡുകളുടെ കുഴികളുടെ എണ്ണം? നമ്മൾ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ യഥാർത്ഥ പേരെന്ത്? ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പുസ്തകത്തിലെ വെറും 2 രൂപ. ഇത് കമ്പനി പ്രയാസത്തിന് വേണ്ടി ഞങ്ങൾ 3 രൂപയ്ക്ക് വിൽക്കുന്നു. ഏത് കണ്ടുപിടുത്തവും വായിക്കാം. കൂടാതെ കേരളത്തിന്റെ മാപ്പ്, ഇന്ത്യയുടെ മാപ്പ്, അന്താരാഷ്ട്ര സമയപ്രകാരം തയ്യാറാക്കിയ വേൾഡ് മാപ്പ്. ആരണ്ട കാലത്ത് വാതുക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത്? തെണ്ടി അമ്മച്ചി, മാപ്പേ. എടാ ശവി, നീ എന്നോട് ഒരു തെറ്റും ചെയ്തല്ലോ മാപ്പ് ചോദിക്കാൻ. എന്റെ അമ്മച്ചി, ഇത് ആ മാപ്പല്ല, ഈ മാപ്പ്. ഇത് ലോകമാപ്പ്. ലോകമാപ്പ്? ആ, ലോകം മുഴുവൻ മാപ്പ് തരാൻ എന്ത് തെറ്റാ നീ ചെയ്തത്? ഞാൻ അമ്മച്ചിക്ക് മാപ്പ് വരാൻ വന്നതാ. അമ്പട കൊരങ്ങേ, കാലത്തെ തന്നെ നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വന്നതാണല്ലേ? എന്റെ പൊന്നമ്മച്ചി, ഇത് കേരള മാപ്പ്, ഇത് വേൾഡ് മാപ്പ്. ഇത് കണ്ടോ? ഇത് അമേരിക്കൻ മാപ്പ്. അമേരിക്കൻ മാപ്പ്? ഇത് അമേരിക്കയുടെ പടമാമ്മച്ചി. ആ, ഇതാണ് അമേരിക്കൻ പടം അല്ലേ? ഇതിന് തൃശ്ശൂരുണ്ടാ മോനെ? തൃശ്ശൂരാ? ആ, ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതിൽ കുന്നുങ്ങളുണ്ടോ മോനെ? കുന്നംകുളോ? എന്റെ പൊന്നമ്മച്ചി, കുന്നംകുളം തൃശ്ശൂർ ഇതിനകത്തില്ല. അതൊക്കെ വടക്കേ അമേരിക്കയുടെ തെക്ക് വശമാണ്. എനിക്കറിയാടാ, ഇതിന് തൃശ്ശൂർ കുന്നുകളും ഉണ്ടാവില്ലാന്ന്. അവിടെ കിടന്നിട്ടാടാ എന്റെ മക്കളുടെ അച്ഛൻ പോയത്. തറവാട് ഭാഗം വയ്ക്കുന്ന കാര്യം ചോദിക്കാൻ പോയതാടാ എന്റെ കെട്ടിയവൻ. തിരിച്ചു വന്നില്ലടാ മോനെ കെട്ടിയവൻ. എല്ലാവരും കൂടി തല്ലി കൊന്നടാ. അതുകൊണ്ട് കുന്നുകളില്ലാത്ത മാപ്പ് നീ വിൽക്കണ്ടടാ. വട്ടാണല്ലേ? വട്ടോ?
വട്ടതിന്റെ തന്തയ്ക്കാണ്. എനിക്ക് വട്ടർന്ന് ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കണം. എന്താണ് പട്ടി? ഇവിടെ കേമ. എന്താ കാണിക്കുന്നത് അമ്മേ? എടാ കുന്നോടില്ലാത്ത മേപ്പ് കൊടുത്തപ്പോ ഞാൻ അങ്ങോട്ട് വലിച്ചു കയറിയതാ. അമേരിക്കയിൽ കുഞ്ഞുങ്ങളില്ലാത്തപ്പോ ഞാനെന്തേലാണ്? സോറി കേട്ടോ, അമ്മയ്ക്ക് സൂലാത്തോണ്ടാ. അതെനിക്ക് നല്ലോണം മനസ്സിലായി. അമേരിക്കക്കകത്ത് തൃശ്ശൂര് വരെ കടത്തി നോക്കിയാ ഒരു കച്ചവടം നടക്കാൻ വേണ്ടി. മാപ്പിന്റെ ചിത്രം പിന്നെ അയ്യോ അത്ര പോരാ. ഇത് കണ്ട എന്റെ മുതിയിൽ സർത്തി. ഞാൻ നാളെ വരും. നിർത്താൻ പോണേ. അവൻ പേടിച്ചു പോയതെന്താ? ചേച്ചി എന്ത് പണിയാ കാണിച്ച്? എന്ത് പറ്റി? എന്ത് പറ്റിയതാ? ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ അമ്മയുടെ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങ് പോരുന്നു? അപ്പുറത്ത് സേതു ചേച്ചി വിളിച്ചിട്ട് പോയതാ. ആ അമ്മാവൻ നിന്നോട് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മനസ്സിലായി. അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. ഏയ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഉറപ്പ്. കൊച്ചേത് എത്ര മാസം? അല്ല ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസം ആയെന്ന്? ഞാൻ ഗോഡൌണിൽ നിന്ന് പോയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം. കുറെ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. 2 റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ? നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനത് സമ്മതിച്ചത്. അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിൻ ആണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്കുക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാന്ന് മാസം 2 പറയാൻ തുടങ്ങിയിട്ട്. ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താനാരാടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നുമല്ലല്ലോ. ഗ്യാസ് നാളെ തരല്ലേ? ഓ താനാരാ? ബ്ലഡി ഫെലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച ഇന്നീ കട പൂട്ടിക്കും. വെലപ്പ എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. താൻ പോടോ. അളിയാ, എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകളിന്റെ വീര്യൊന്നും വേറെ അല്ലേ? അളിയാ, എനിക്കൊരു ഐഡിയ. നമുക്ക് ഓരോ കുപ്പി കൽസു അടിച്ചാലോ? ഈ പാതിരൊക്കെ അതിനൊക്കെ വഴിയുണ്ട്. വെള്ളം കയറി പൊന്നിക്കര പോയാൽ മതി. നല്ല സ്വയം സാധനം കിട്ടും. അതിനൊക്കെ വേറെ കാര്യം ഉണ്ട് ചാർലി. എന്ത് കാര്യമായാലും മോട്ടിക്കാൻ ഞാൻ പ്രേമിക്കാൻ നീ ആ കളി വേണ്ട. ആശയില്ലെന്ന് കണ്ട എവിടെ ഇട്ടച്ചങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതെ നിന്റെ ഗതി. എനിക്കങ്ങനെയുള്ള ഗതികൾ ഉണ്ടാവില്ല. ഉണ്ടാകാതിരിക്കട്ടെ. ഹലോ ഹലോ, ആരായത്? തീരെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. സ്റ്റോക്കില്ല. ഇന്നോ നാളെ എങ്ങനെ വരുമോ? ഒന്നും പറയാനൊക്കത്തില്ല. എല്ലാം കർത്താവിന്റെ ഇരിക്കുക. ഈശോമിശിയായി സ്വീകരിക്കട്ടെ. എപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കും. 2 ബോഷമാണ്. ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്യടാ. നീ ഫസ്റ്റ് ഇടാ. നല്ല ഷൈനിങ് അല്ലേ വേൾഡ് കപ്പിന്? 24 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയായി തീരും. 2 രൂപ മുടക്കി ഒരു ടിക്കറ്റ് കരസ്ഥമാക്കൂ. ഭാഗ്യദേവന നിങ്ങളെ മാടി മാടി വണ്ടി നോക്കിക്കേ. ഒരു ചായ വാങ്ങിച്ചു തരണം മിസ്റ്റർ. രാവിലെ തൊട്ട് ഭാഗ്യദേവനെ വിളിക്കുകയല്ലേ? എത്ര കടകൾ കഴിഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു വണ്ടി വിടറെങ്കിൽ? എടോ തനിക്കൊരു ചായ വാങ്ങിച്ചാപ്പോ. എടോ രാവിലെ പോലെ ഇന്നത്തെ അനൗൺസ് ചെയ്യല്ലേ ഭാഗ്യദേവനെ? എത്ര കട കഴിഞ്ഞോ? എന്താ 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 പ്രശ്നം എന്ന് പറ. അല്ല ശരി, രാവിലെ പോലെ ഇതിന്റെ അകത്ത് ലോട്ടറി ടിക്കറ്റ് അനൗൺസ് ചെയ്യാം. ഒരു ചായ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ലേ? ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാശാനെ. ആ ഇക്കളക്കിന് ശബ്ദം മാത്രമല്ല തടിയും പോവും. ചുമ്മാ ദോശ കളവന്റെ പേര്. എന്താ ഇത്? അല്ല പിന്നെ 5 മണി വരെ 10 മണി വരെ ഇയാളുടെ വണ്ടിക്ക് വണ്ടി പോയി. ഹലോ ഹലോ, എന്ത് പറ്റി? കാറ് പോയി. പോട്ടെ. പോട്ടെന്ന് പറഞ്ഞ കാശ് തന്നില്ലെന്നേ. ഈ ഇപ്പൊ എന്താ വേണ്ടേ? ചായ കുടിക്കണോ? ചായ കുടിക്കണോ? നിന്റെ കാശില്ലേ? കാശാ? എന്റെ കാശ് കാശില്ലേ? കാരണം പെമ്പിള്ളേരെ സൽക്കരിക്കാൻ 10 രൂപ ചായ കുടിച്ചപ്പോ ഉണ്ടല്ലേ? അതിനൊക്കെ ഉള്ള കാശുണ്ട്. വാങ്ങുണ്ട്. അവൻ പോട്ടാശാനെ. ഇവിടെ ഇങ്ങനെ ഒരു റോഡും ഇല്ല, ഈ പേരിലൊരു സ്ഥാപനവും ഇല്ല. എന്തായാലും എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു വീട്ടിലോട്ട് എല്ലാം പറ്റത്തില്ല. 100 രൂപ വഴിച്ചെലവെന്ന് പറഞ്ഞ ആ ദ്രോഹി എന്റെ നിന്ന് വാങ്ങിച്ചത്. അവിടെ ചെന്നാ മതി, അവൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു പണിയില്ല നടക്കുന്ന ഒരുപാട് ഫ്രാഡുകളുണ്ട് ഇവിടെ, അല്ലേ? പിന്നെ നമുക്കെന്താ പണി?
നമുക്കേ ഞങ്ങളെ ഈ എക്സ്പോ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലേ? ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി. എന്റെ മൂത്തതാ പെങ്ങള്, കല്യാണം കഴിപ്പിച്ചയക്കണം. ഒരു അനിയനുള്ളത് ഊമയാ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ കുറെ ആദർശങ്ങളുമാ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളോട് കൂടുന്നു. അതെ, പെങ്ങളെ കെട്ടിച്ചു വിടാം, അനിയനെ സംസാരിപ്പിക്കാം, അച്ഛന്റെ ആദർശങ്ങൾ വലിച്ച് തോട്ടിൽ പറയാം. ഞങ്ങളുടെ തൊഴിൽ സുന്ദരവും സത്യസന്ധവുമായ മോഷണം. എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത മോഷണം എന്നർത്ഥം. ഈ കാറിന് വീൽ കപ്പിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോന്ന് തീർത്ത് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊരും. അങ്ങനെ കാറിന് ഓടാൻ ആവശ്യമില്ലാത്ത പലതും ഞങ്ങൾ ഊരും വിൽക്കും. അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അതൊക്കെ തെറ്റല്ലേ? പിന്നെ പിന്നെ ശരിയായിട്ട് ചെയ്യാനൊന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്കതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കണ്ട, ഇവിടെ ഇരുന്നു. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ തന്നെ കുടിക്കൂ. നമ്മളിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തിയേക്കാം. ആ, എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങിച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരെ, കൂടെ പോരെ. അല്ല, മറ്റൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ താൻ എടുക്കണ്ടെന്നേ. താൻ മാറി നിന്നു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ. എന്താ അപ്പാ വാസനെ പൗലോ ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കിടന്ന് നോവലെഴുതാ. എന്ത് ഇതിലടി കിടന്നോ? ആ നല്ല തണലല്ലടാ. എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവൽ എഴുതിക്കോ, ഞാൻ ഇപ്പൊ വരാം. നീ ഇപ്പൊ എവിടേക്ക് പോണേ? ഇന്ദുലേഖനും ശ്രീരാമനും കാണാൻ. ആ എന്നാ നീ പോയിക്കോ. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. കാലെടുക്കണ കുറച്ച് നേരം. അവൻ വരുന്നുണ്ട്. മറ്റവൻ പാര. സീസറോ? ഒന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? ഔട്ടിങ്ങിന് പോകണ്ടേ? ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച 2 സ്ഥലം കൂടി ഉണ്ട്. അതും കൂടി കാണാതെ എന്തോന്നും നല്ല സുഖമില്ല. എന്നാ നമുക്ക് ആശുപത്രി പോയല്ലോ. ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് തുറന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. കണ്ടാൽ അങ്ങനെയല്ലല്ലോ, മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച്. ഇതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയ പണിയല്ല. നമുക്കിപ്പോ എന്തോ ഞാനിപ്പോ വരാം, ഉടനെ വരാം. സീസർ, സീസർ, ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? എനിക്ക് എന്തിനാ ആശുപത്രി കൊണ്ടുപോകും? ഒരാളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണം. നീ പോയേ. ചേട്ടാ, അത് പ്രശ്നമാണ്. നീ പോവാൻ. ചേട്ടാ സീരിയസ് ആണ്. നിന്നൊക്കെ ഏത് നേരത്തെ എനിക്ക് 1944 കർക്കിടകം 16-ാം തീയതി 3 നക്ഷത്രം. ബ്ലഡും യൂറിനും മോഷനും ഒന്ന് പരിശോധിച്ചിട്ട് വരൂ. ഒരു എക്സ്റേ എടുത്തോ, എന്നിട്ട് മരുന്നിന് എഴുതാം. ഡോക്ടർ, എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പരിശോധനകൾ വേണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ? സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാ പോരെ. ഇത് വെറും ഒരു തലവേദന ആയിക്കണമെന്നില്ല. എന്താ, പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. പിന്നെ ഇത് KJ ലാബറട്ടറിയിൽ പരിശോധിപ്പിച്ചാൽ മതി. അവിടെ നല്ല റിസൾട്ട്. ബാക്കിയെല്ലാം പോക്കാം. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഐ ആം ശിവശങ്കർ ഫ്രം പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇരിക്കും. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബീറ്റ് ടോണിക് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ഈ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവിറ്റേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണോ? പിന്നെ ഈ ടേബിൾ കണ്ടോ? കണ്ടു. ബിറ്റ ബീറ്റോളുകാരുടെയാണ്. ദാ ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്സ്? 1000 ബോട്ടിൽ
പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000 ഒരു കളർ ടിവിയും ഒരു VCR-ഉം, 10,000 ഒരു ചെറിയ മാരുതി കാർ. ഓ റിയലി, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽറ്റോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭ ശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. പ്രോട്ടോബി 4 ബോട്ടിൽസ്. അതേത് ഡോക്ടറെ? ഡോക്ടർ സുരേന്ദ്രന്റെ. ഇത് തീർന്നിരിക്കുക. ഒരു ബോട്ടിൽ പോലും ഇല്ലേ? ഇല്ല, കംപ്ലീറ്റ് തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ? ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന്. അതുകൊണ്ട് 4 വാങ്ങി വെച്ചോളാൻ. ഇനി എന്ന് വരും? 2 ദിവസത്തിനകം വരുത്തി തരാം. വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ. അന്വേഷിച്ച് നോക്ക്. എന്താ അസുഖം നിങ്ങൾക്ക്? തലവേദന. സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും. ആ, വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ റെപ്രസെന്റേറ്റീവ് ആള് കൊള്ളാമല്ലോ. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റ ഒരുത്തൻ ചിറ്റ എഴുതണ്ടേ. ഇപ്പം മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛമാ. കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാണ്. അല്ലേ മതി, ഓരോരുത്തരും 1000 ബോട്ടിൽ വെച്ച് എഴുതിയാലേ നീ ഫ്രിഡ്ജും VCR-ഉം TV-യും ഒക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? പിന്നെ എടാ, എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10,000 ബോട്ടിൽ ഇലവായ എനിക്കൊരു 8,000 റുപ്യ കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ ഇവന്മാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ പറ്റേ അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ്. അയ്യോ, അപ്പൊ ഈ ജോലി ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം. എടാ, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരമേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ, ലോട്ടറി ടിക്കറ്റ് വിറ്റാ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലയോ? ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ. വണ്ടിക്കാണെങ്കിൽ ഓട്ടോ ഇല്ല. ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം. നീ ഒന്ന് അടിച്ചു നോക്കിയാ സ്റ്റാർട്ടാവുന്നു. കേരള ദൈവമേ, വഴി കിടത്തല്ലേ. നീ ഇവിടെ കയറുന്നുണ്ടോ? കേറിയില്ലെങ്കിൽ? കേറിയില്ല, ഇവിടെ വഴി കിടക്കാം. കേറിയാൽ? കേറി അവിടെ വീട്ടിൽ കിടക്കാം. അയ്യോ അയ്യോ അയ്യോ. എന്തിനാ ഗോവു ഈ അത്യാഗ്രഹത്തിന് പോയത്? അയ്യോ, നിനക്ക് തല്ലുകൊണ്ടതിലോ നിന്റെ കാശ് പോയതിലോ അല്ല എനിക്ക് വിഷമം. എന്റെ മനസ്സും പോക്കറ്റ് നിറഞ്ഞു കിടന്ന 10,000 രൂപ പോയില്ലേടാ. ആ, ഇതങ്ങ് കൂടി ക്ഷതമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഉണ്ണിക്കുട്ടാ, തൽക്കാലം നമുക്ക് ഗുരുജി അങ്ങ് മറക്കാം. നിന്റെ ഡെപ്പോസിറ്റ് നീ പൊളിച്ചേ പറ്റൂ. കുടിക്ക. ഏയ്, ഗോപുന്റെ ഡ്രൈവർ അല്ലേ? ഗോപു ഇന്നലെ വരാന്ന് പറഞ്ഞു, കണ്ടില്ല. എന്താ ടൂർ വല്ലതും പോയിരിക്കാണോ? ടൂർ പോയി. എവിടെ പോയി? അടുത്ത് തന്നെയാ. എപ്പ വരും? വന്നു കിടക്കുക. എന്താ അസുഖം വല്ലതും ആണോ? അസുഖമൊന്നുമല്ല, പക്ഷെ നല്ല സുഖമില്ല. നിങ്ങൾ കാര്യം പറയോ? അല്ല, അവന് ഒരു ആക്സിഡന്റ് പറ്റി, കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. എവിടെ കിടക്കുന്നു? വീട്ടിലാണോ? വീട്ടിലല്ല, പക്ഷെ വീട്. നിങ്ങൾ വണ്ടി കയറും, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ പൊന്നു കൊച്ചേ, ഉള്ള സത്യം ഞാൻ പറയാം. അവൻ ഒരുപാട് പുളു കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ നാക്കെടുത്ത നുണയല്ലാതെ ഇന്ന് വരെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ആ വണ്ടി ബോട്ടെന്ന് പറഞ്ഞ് വെറുതെ